ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. പാകിസ്ഥാന്റെ കയ്യിൽ അകപ്പെട്ടുപോയ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റിന്റെ റിട്ടേണിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. ഇന്നലെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാൻ പാകിസ്ഥാൻ പാർലമെന്റിൽ അഭിനന്ദൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അദ്ദേഹത്തിന് തിരികെ ഇന്ന് തന്നെ ഇന്ത്യയിലേക്ക് വിത്തൗട്ട് എനി ഉപാധികളൊന്നും കൂടാതെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. വളരെ നല്ല തീരുമാനം. ഇത് ഇന്ത്യയുടെ പ്രഷർ ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മാഗ്നാനിമിറ്റി ഉണ്ടായിരുന്നാലും എന്താണെങ്കിലും അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ജനീവ കരാർ അനുസരിച്ച് യുദ്ധ തടവുകാരെ കൈമാറേണ്ടത്, അവരെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഓരോ രാജ്യത്തിന്റെയും കർത്തവ്യമാണ്. എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചുവരെ ഉറപ്പായിരുന്നു. അത് ഇത്രയും ഫാസ്റ്റ് ആയതിൽ വളരെ സന്തോഷം. പിന്നീട് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് F-16 നമ്മള് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. പിന്നീട് ഈ F-16 എന്ന് പറയുന്നത് അമേരിക്കയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. F-16 ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നതാണ്. ലോക്ഹീഡ് മാർട്ടിൻ, LOCKHEED, ലോക്ഹീഡ് മാർട്ടിൻ. പിന്നെ ഡൊണാൾഡ് ട്രംപും കിം ജോങ് അണ്ണും തമ്മിൽ നടന്ന വേൾഡ് കാത്തിരുന്ന മീറ്റിംഗ് ഹാനോയില്, വിയറ്റ്നാമിലെ ഹാനോയിൽ വെച്ച് നടന്ന മീറ്റിംഗ് പരാജയപ്പെട്ടു. കാരണം എന്ന് വെച്ചാല് അതിന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വിശദീകരണം, നോർത്ത് കൊറിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാങ്ഷൻസ് എന്ന് പറഞ്ഞ ഉപരോധങ്ങൾ. ആ സാങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നോർത്ത് കൊറിയയുടെ ആവശ്യം. പക്ഷെ ഇപ്പോഴേ അത് കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നുള്ള US-ന്റെ സ്റ്റാൻഡ്. ഈ ഇതുകൊണ്ടാണ് ആ മീറ്റിംഗ് പരാജയപ്പെട്ടത്. എന്നാലും ഫ്യൂച്ചറിൽ അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് തേർഡ് ക്വാർട്ടറിലെ GDP ഗ്രോത്ത് റേറ്റ് വന്നു. കുറച്ച് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വാർട്ടറിലെ GDP ഗ്രോത്ത് റേറ്റിനേക്കാൾ അത് കുറവാണ്. 6.6% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും GDP ഗ്രോത്ത് റേറ്റ് CSO പുറത്തുവിടും. CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവരാണ് GDP ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അവരുടെ ലേറ്റസ്റ്റ് ഈ കഴിഞ്ഞ 3 മാസത്തെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ല, ഒക്ടോബർ നവംബർ ഡിസംബർ അല്ല, പിന്നെ അതാണ് തേർഡ് ക്വാർട്ടർ ഫിനാൻഷ്യൽ ഇയറിന്റെ GDP ഗ്രോത്ത് റേറ്റ് പുറത്തു വന്നേക്കുന്നത്. 6.6% ഗ്രോത്ത്. അതിന് മെയിൻ റീസൺ ആയിട്ട് കുറയാനുള്ള കാരണം അഗ്രികൾച്ചർ മേഖലയിൽ നിന്നുള്ള ഗ്രോത്ത് 2.7% ആയിട്ട് കുറഞ്ഞു. ആസ് എക്സ്പെക്ടഡ്. ഏർലിയർ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ 3.8% കാണുമെന്നായിരുന്നു. അത് എഴുതണ്ട. എന്തായാലും ഇപ്പോഴത്തെ 2.7% ആയിട്ട് പിന്നീട് അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നുള്ള ഗ്രോത്ത് റേറ്റ് കുറഞ്ഞതാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കുറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഫുൾ ഇയർ GDP ഗ്രോത്ത് എസ്റ്റിമേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 7% ആയിട്ട് റെഡ്യൂസ് ചെയ്തു. 7.2% ഫിനാൻഷ്യൽ ഇയർ 2019 ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 18-19 ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7.2% ആയിരിക്കുമെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞത്. പക്ഷേ 7% ആയിട്ട് അവരിപ്പോ കുറച്ചു. കാര്യം തേർഡ് ക്വാർട്ടറിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഗ്രോത്ത് റേറ്റ് ഇത്രയും കുറഞ്ഞതുകൊണ്ട്. അതുപോലെ തമിഴ്നാട്ടില് റൂൾ ചെയ്യുന്ന AIDMK ജയലളിതയുടെ മരണത്തോടുകൂടി 1-2 കഷ്ണങ്ങളായി മാറി. എടപ്പാടി പളനിസ്വാമി, അവിടുത്തെ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ, EPS എന്നറിയപ്പെടുന്ന എടപ്പാടി പളനിസ്വാമിയാണ് തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള AIDMK, ശശികലയുടെ നെഫ്യൂ ആയ ദിനകരന്റെ നേതൃത്വത്തിൽ വേറൊരു AIDMK. ഇപ്പൊ എന്തായാലും നെക്സ്റ്റ് ഇലക്ഷനിൽ AIDMKയുടെ ഒറിജിനൽ സിമ്പലായ 2 leaves, 2 ഇല എന്ന് പറയുന്ന സിമ്പൽ ഈ ചീഫ് മിനിസ്റ്റർ എടപ്പാടി പളനിസ്വാമിയുടെ AIDMKക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തത്. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ റോഡ്രിഗോ ഡ്യൂട്ടർട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. റോഡ്രിഗോ റോഡ്രിഗോ ഡ്യൂട്ടർട്ടി DUTERT. റോഡ്രിഗോ ഡ്യൂട്ടർട്ടി ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ആണ്. DUTERT. പിന്നെ 1-2 നാഷണൽ പാർക്കുകളുടെ പേര് പറയാം. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാം. മാനസ് നാഷണൽ പാർക്ക്, MANS, മാനസ് നാഷണൽ പാർക്ക് ആസാമിലാണ്. ബുക്സ ടൈഗർ റിസർവ്, BUXA, ബുക്സ ടൈഗർ റിസർവ് വെസ്റ്റ് ബംഗാളിലാണ്. ബുക്സ ടൈഗർ റിസർവ് വെസ്റ്റ് ബംഗാളില്. കാസിരംഗ നാഷണൽ പാർക്ക്, അത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ആസാമിലാണ്. 1 ഹോൺഡ് റൈനോസിന്റെ സാങ്ച്വറി ആണ് കാസിരംഗ, KZIRINGA, കാസിരംഗ നാഷണൽ പാർക്ക്. പിന്നെ IUCN എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. പിന്നെ സ്പോർട്സ് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ന്യൂസുകൾ സ്പോർട്സ് പേജിൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഷ്താഖ് അലി ട്രോഫിയും I-ലീഗും ISL ഒക്കെ ഉള്ളു. അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ എഴുതിയെടുക്കാനില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ബിസിനസ് പേജിലേക്ക് പോവുകയാണ്. ബിസിനസ് പേജ് 14th പേജ്. അതിൽ
ഫെയിം എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്കീമിനെ കുറിച്ചുണ്ട്. ഫെയിം, FAME, ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഫെയിമിന്റെ എക്സ്പാൻഷൻ, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ്. ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ് ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളത്, പക്ഷേ ഹിന്ദുവിൽ നിന്ന് ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങനെ പഠിക്കാം. ഫെയിം, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പഠിക്കാം. മുമ്പ് ഞാൻ അങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ട്രാൻസിഷൻ ഫാസ്റ്റർ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എയിം അനുസരിച്ച് ബൈ 2030 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു stop the production of diesel and electric automobiles. By that time, India wants to change into electric vehicle segment. അപ്പം ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് മാറാനാണ്. അപ്പൊ അതിന് 2030 പക്ഷെ ഇപ്പോഴേ അത് ആ മേഖലയിലേക്ക് അഡോപ്ഷൻ നടത്തിക്കൊണ്ടിരുന്നാലേ അങ്ങനെ ആവാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടിയുള്ള സ്കീമാണ് ഫെയിം, ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം GDP ഗ്രോത്ത് റേറ്റ് കുറിച്ചുള്ള ന്യൂസ് ആണ്. തേർഡ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് റേറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞുപോയി, 6.6% ആയിട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ GDP ഗ്രോത്ത് റേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് 7.2% ആയിരിക്കുന്നതാണ്. അത് 7% ആയിട്ട് റെഡ്യൂസ് ചെയ്തു. കാരണം അത്രയൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ എന്നാണ്. തേർഡ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് റേറ്റ് കുറഞ്ഞതുകൊണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ EMIയുടെ എക്സ്പാൻഷൻ, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. EMI, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. പിന്നീട് ബിസിനസ് പേജിൽ കിരൺ മസുംദാർ ഷായുടെ ഒരു ഫോട്ടോ ഉണ്ട്. കിരൺ മസുംദാർ, MAZUMDAR, കിരൺ മസുംദാർ ഷാ, SHAW. കിരൺ മസുംദാർ ഷാ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വുമൻ ഓൺട്രപ്രണർ ആണ്. അവരൊറ്റയ്ക്ക് ഇന്ത്യയിലെ ഒരു നമ്പർ 1 കമ്പനി കെട്ടിപ്പടുത്ത ആളാണ്. ബയോടെക്നോളജി മേഖലയിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ബയോകോൺ. ബയോടെക്നോളജി മേഖലയിലെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ ബയോകോൺ അവരാണ് ചെയർപേഴ്സണും എല്ലാം. അവരാണ് ഫൗണ്ടറും. പിന്നീട് റുപ്പി സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റിയെ റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റി റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനുള്ള സജഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. കമ്മിറ്റിയുടെ ഹെഡ് ഫോമർ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉഷ തോറാട്ട് ആണ്. ഉഷ തോറാട്ട്, THORAT, ഫോമർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഗവർണറാണ്. അത് കഴിഞ്ഞ് 12th പേജിൽ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ന്യൂസ്, സസ്പെക്ടഡ് ഡൊണാൾഡ് ട്രംപ് കിം ജോങ് അൺ മീറ്റിംഗ് ദാറ്റ് വാസ് ഫെയിൽ ഡ്യൂ ടു സം റീസൺസ്. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റി നമ്മളുടെ ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നു. ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള കുറെ പിന്നീട് ക്രൈംസ് അവര് കമ്മിറ്റ് എന്നുള്ള പേരിൽ. എന്തായാലും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അത് കഴിഞ്ഞ് നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ 10th പേജിൽ ആർട്ടിക്കിൾ 35A ആൻഡ് ആർട്ടിക്കിൾ 370 ഉണ്ട്. ആർട്ടിക്കിൾ 35Aയും ആർട്ടിക്കിൾ 370യും അത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ജമ്മു ആൻഡ് കാശ്മീരിലുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നതാണ്. പിന്നീട് അതുപോലെ സംശോധ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. സംശോധ എക്സ്പ്രസ്, SAMJHAUTA സംശോധ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വാഗ ബോർഡർ കടന്നു പോകുന്ന ഒരു ട്രെയിൻ ആയിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയിലുള്ള പ്രോബ്ലംസിന്റെ പേരിലാണ് സ്റ്റോപ്പ് ചെയ്തത്. UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സന്റെ പേര് മിഷേൽ ബാച്ച്ലറ്റ് എന്നാണ്. UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, UNHRC, UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ്
മിഷേൽ MICHELLE മിഷേൽ ബാച്ച്ലെറ്റ് BACHELET. അതുപോലെ നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജിൽ 2 എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റ് അഭിനന്ദൻ വർത്തമാന ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറാൻ തീരുമാനിച്ച കാര്യമാണ്. അതുവഴി ഇന്ത്യക്കും പാകിസ്ഥാനോടുള്ള ടെൻഷൻസ് കുറയ്ക്കാനും വേണമെങ്കിൽ പീസ് ഇനിഷ്യേറ്റീവ്സ് കൂടുതലായിട്ട് ഫർദറായിട്ട് എടുക്കാനും 2 രാജ്യങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴി കൈവന്നത് എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഒരു ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ദ ഡീൽ മേക്കർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ദ ഡീൽ മേക്കർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ നോർവേ കണക്റ്റഡ് ടു ഇന്ത്യ. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു ജവാദ് സെരീഫ് ആയിരുന്നു, അല്ല ഇപ്പോഴും ആണ്. ജവാദ് സെരീഫ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ JAVAD ജവാദ് സെരീഫ് ZARIF. അദ്ദേഹം ഇപ്പോ റെസിഗ്നേഷൻ കൊടുത്തു അവിടുത്തെ പ്രസിഡന്റിന്. പക്ഷെ ആ റെസിഗ്നേഷൻ അവിടുത്തെ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്തില്ല. ചില റീസൺസ് ഉണ്ട്, ചില പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് അദ്ദേഹം റെസിഗ്നേഷൻ കൊടുത്തത്. അതിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ്. അനാലിസിസ് അത്രത്തോളം നമുക്ക് വേണ്ട. കാരണം എന്ന് വെച്ചാല് അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഇറാന്റെ പ്രസിഡന്റ് ആരാണ്? ഇറാന്റെ പ്രസിഡന്റ് ഹസൻ റൊഹാനിയാണ്. HASAN ഹസൻ റൊഹാനി ROUHANI. അതുപോലെ ഇറാന്റെ സുപ്രീം ലീഡറിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഈ എഡിറ്റോറിയൽ. ഇറാന്റെ പ്രസിഡന്റിനെക്കാളും മുകളിൽ ഒരു ലീഡർ ഉണ്ട് അവിടുത്തെ ഷിയ മുസ്ലിംസിന്റെ സ്പിരിച്വൽ ലീഡറായ അയത്തുള്ള അലി ഖമേനി. അയത്തുള്ള അലി ഖമേനി AYATOLLAH അയത്തുള്ള അലി ഖമേനി KHAMENEI. അദ്ദേഹമാണ് ഇറാന്റെ സുപ്രീം ലീഡർ. അതുപോലെ സിറിയയുടെ പ്രസിഡന്റിന്റെ പേര് എഡിറ്റോറിയലുണ്ട്. സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസാദ് ആണ്. ബഷർ അൽ അസാദ് BASHAR ബഷർ അൽ അസാദ്. അതുപോലെ നൈജീരിയയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ പേര് ഇതിലുണ്ട്. നൈജീരിയയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് ബുഖാരിയാണ്. മുഹമ്മദ് ബുഖാരി നൈജീരിയയുടെ പ്രസിഡന്റ്. അദ്ദേഹം ആയിരുന്നു പ്രസിഡന്റ്, വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മള് ഇന്നലത്തെ ന്യൂസ് പേപ്പർ തേഴ്സ്ഡേയിലെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്പോർട്സ് അവാർഡാണ് GV രാജ അവാർഡ്. കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്പോർട്സ് അവാർഡ് GV രാജ അവാർഡാണ്. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ കേരള ഫിലിം അവാർഡ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു നാഷണൽ ലെവലിലുള്ള ടെസ്റ്റുകൾക്കൊന്നും ഈ കേരള ഫിലിം അവാർഡ്സ് ചോദിക്കത്തില്ല. പക്ഷെ ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് PSCയുടെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ കാൻസ് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. CANNES കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ. അത് ഫ്രാൻസിലെ കാൻസിലാണ് നടക്കുന്നത്. CANNES ഫ്രാൻസിലെ കാൻസ്. ഫെനി എന്ന് പറയുന്ന ഒരു ലിക്വറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഫെനി FENI. ഫെനി എന്ന് പറഞ്ഞ കാഷ്യൂവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലിക്വറാണ്. അത് ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു ട്രഡീഷണൽ ലിക്വറാണ്, ഗോവയുടെയാണ്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സൗരവ് ഘോസലിന്റെ പേരുണ്ട്. GHOSAL സൗരവ് ഘോസൽ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ക്വാഷ് പ്ലെയർ ആണ് സൗരവ് ഘോസൽ GHOSAL. അത് കഴിഞ്ഞ് ബിസിനസ് പേജിൽ സ്പോർട്സ് പേജിൽ 17th പേജിൽ ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള T20 സീരീസ് ഓസ്ട്രേലിയ 2-0 വിൻ ചെയ്തു. ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള T20 സീരീസ് ഓസ്ട്രേലിയ 2-0 വിൻ ചെയ്തു. പിന്നീട് വേൾഡിൽ വുമൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബൗളറിന്റെ ഫോട്ടോ ഉണ്ട്. വേൾഡിൽ വുമൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബൗളറാണ് ജുലൻ ഗോസ്വാമി. ഇന്ത്യൻ ബൗളർ നല്ല വേൾഡിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തുള്ള അവരാണ്, ഒരു ഇന്ത്യക്കാരിയാണ് ജുലൻ ഗോസ്വാമി. JHULAN ജുലൻ ഗോസ്വാമി. മനു ബാക്കറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. MANU മനു ബാക്കർ BHAKER. അവര് ഇന്ത്യയുടെ ഷൂട്ടറാണ് മനു ബാക്കർ. സൗരവ് ചൗധരി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു ഷൂട്ടറാണ്, ഷൂട്ടിംഗ് താരം. ബിസിനസ് പേജിൽ 16th പേജിലേക്ക് പോകുമ്പോൾ കുറെ ബിസിനസ് ലീഡേഴ്സിന്റെ പേരുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനി. അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനി. മഹീന്ദ്രയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര. മഹീന്ദ്രയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയാണ്. ആദിത്യ ഘോഷ് ആണ് ഓയോയുടെ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ ഹെഡ്. ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെ ഹെഡാണ് ആദിത്യ ഘോഷ്. ജിൻഡാൽ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡാണ് നവീൻ ജിൻഡാൽ. ജിൻഡാൽ സ്റ്റീൽ ഒരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ജിൻഡാൽ JNDAL ജിൻഡാൽ സ്റ്റീൽ നവീൻ ജിൻഡാൽ ആണ്. RPG ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഹർഷ് ഗോയങ്ക. RPG ഗ്രൂപ്പിന്റെ ചെയർമാൻ ഹർഷ് ഗോയങ്ക HARSH ഹർഷ് ഗോയങ്ക. അത് കഴിഞ്ഞ് അതിനടുത്ത ബിസിനസ് പേജ് 15th പേജിലേക്ക് പോകുമ്പോൾ അജയ് സിംഗിന്റെ ഫോട്ടോ ഉണ്ട്. അജയ് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു എയർലൈനായ സ്പൈസ് ജെറ്റിന്റെ ചെയർമാനും ഫൗണ്ടറുമാണ്. അജയ് സിംഗ്.
ESOP എന്ന് പറയുന്നൊരു ഷോർട്ട് ഫോം ഉണ്ട് ഹിന്ദുവിൽ. ESOP എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. സ്വന്തം കമ്പനിയിലെ എംപ്ലോയീസിന് ആ കമ്പനി സ്റ്റോക്സ് കൊടുക്കും, ഷെയർസ് കൊടുക്കും. അതിനെയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഷെയർസ് കമ്പനിയിലെ എംപ്ലോയീസിന് കൊടുക്കുന്നതിനാണ്. ആ കമ്പനി തന്നെ അവരുടെ എംപ്ലോയീസിന്. പിന്നീട് NPPA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NPPA നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി, മരുന്നുകളുടെ വിലനിർണ്ണയ അവകാശമുള്ള ഗവൺമെന്റിന്റെ ഏജൻസി. ഉഡാൻ സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഉഡാൻ, ഉഡേ ദേശ് കാ ആം നാഗരിക്. ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ സെക്ടറിൽ ഗ്രോത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ ആകാശം വഴിയുള്ള ഫ്ലൈറ്റ് വഴിയുള്ള ജേണി കോമൺ മാൻ ആക്സസിബിൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് ഉഡാൻ, ഉഡേ ദേശ് കാ ആം നാഗരിക്. അത് കഴിഞ്ഞ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് കിം ജോങ് അൺ മീറ്റിംഗിന്റെ ഫേറ്റ് എന്തായിരുന്നു, വിധി എന്തായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നീട് നൈജീരിയയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി വിൻ ചെയ്തതിനെ കുറിച്ചും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്. പിന്നെ നാഷണൽ പേജിൽ പോകുമ്പോൾ നാഷണൽ പേജിൽ നമുക്ക് എഴുതിയെടുക്കാൻ ന്യൂസ് ഒന്നുമില്ല. ഫുൾ ബാലക്കോട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. ബാലക്കോട്ട് അറ്റാക്കിനെ കുറിച്ചുള്ള അനാലിസിസുകളാണ്. ബാലക്കോട്ട് അറ്റാക്കിനെ കുറിച്ചുള്ള അനാലിസിസുകളെല്ലാം ഓൾറെഡി പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എഡിറ്റോറിയൽ പേജിലും ആ എഡിറ്റോറിയലൊക്കെ നമ്മൾ ഇന്നലത്തെ എഡിറ്റോറിയലാണ്. ഒന്നാമത്തെ അരുണാചൽ പ്രദേശിലെ പ്രോബ്ലംസിനെ കുറിച്ചാണ്. അരുണാചൽ പ്രദേശില് ഇപ്പോൾ കുറച്ച് റീജിയണൽ ഇഷ്യൂസ് ഉണ്ടായി. അതിന്റെ പേരിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിന്റെ റെസിഡൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് എഡിറ്റോറിയൽ. രണ്ടാമത്തത് മുഹമ്മദ് ബുഹാരി, നൈജീരിയയുടെ പ്രസിഡന്റ്, വീണ്ടും നൈജീരിയയുടെ പ്രസിഡന്റായിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ടതിനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ. അത് രണ്ടാണ് ഇന്നലത്തെ ഹിന്ദു എഡിറ്റോറിയൽസ്. പിന്നെ നാഷണൽ പേജ് 9th പേജിലേക്ക് വരുമ്പോൾ രഞ്ജൻ ഗൊഗോയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ഫോട്ടോ ഉണ്ട്. അമർത്യ സെന്നിന്റെ ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അമർത്യ സെൻ നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ. അദ്ദേഹത്തിനെ കുറിച്ചും ഒരു ന്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഹിന്ദു പത്രം പെൻഡിംഗ് ഉണ്ട്. അത് നാളത്തെ ന്യൂസ് പേപ്പറിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് എക്കണോമിക് ടൈംസുകൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്രെഡായിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ക്രെഡായി, CREDAI, ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ കൂട്ടായ്മയാണ് ക്രെഡായി. CREDAI എക്സ്പാൻഷൻ. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ക്രെഡായി. ദലാൽ സ്ട്രീറ്റ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് ഡി സ്ട്രീറ്റ് അല്ലെങ്കിൽ ദലാൽ സ്ട്രീറ്റ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലം ദലാൽ സ്ട്രീറ്റ്. പിന്നീട് RK സിംഗ്, ഇന്ത്യയുടെ പവർ മിനിസ്റ്റർ ആണ്. RK സിംഗ്, പവർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. NK സിംഗ് ആണെങ്കിൽ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആണ്. രണ്ടും കൂടെ തിരിഞ്ഞ പോലെ RK സിംഗ് ഇന്ത്യയുടെ പവർ മിനിസ്റ്ററും NK സിംഗ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമാണ്. UBI എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആണ്. UBI, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. പിന്നെ എലോൺ മസ്കിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയായ ടെസ്ല മോട്ടോഴ്സ്, വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രിക് കാർ മാനുഫാക്ചറർ ടെസ്ല മോട്ടോഴ്സിന്റെ ഫൗണ്ടർ എലോൺ മസ്കിന്റെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ പെൻഡിംഗ്. അത് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.